എനിക്ക് തോന്നുന്നു ഒരു 1-1.5 വർഷമായി കാണും. തിരുപ്പതി ലഡുവിനെ ചൊല്ലി വലിയ ബഹളം നടന്നു. കേരളത്തിലും ആ ബഹളത്തിൻ്റെ അലയൊലികൾ അടിച്ചു എന്നുള്ളത് സത്യമാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ആ വെടി പൊട്ടിച്ചത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് മോശപ്പെട്ട നെയ്യ് തിരുപ്പതിയിലെ ലഡുവിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദുഷ്ടലാക്കോടെ ആരോപിച്ചതാണെന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം നടന്നു. ആന്ധ്ര ഹൈക്കോടതി ഇടപെട്ടു. TTD ദേവസ്വം, തിരുമല തിരുപ്പതി ദേവസ്ഥാനം, അവർ ഒരു എൻക്വയറി കമ്മിറ്റിയെ വെച്ചു. ലാബിലേക്ക് ലഡു കൊണ്ടുപോയി. സുപ്രീം കോടതി ഇടപെട്ടു. CBIയുടെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. അവരോട് അന്വേഷിക്കാൻ പറഞ്ഞു. ആ ടീമിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കാതെ വേറൊരാളിനെ നിയമിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ബഹളം നടന്നു. സുപ്രീം കോടതി അതിലിടപെട്ടു. ഞങ്ങൾ പറഞ്ഞ ആൾക്കാരല്ലാതെ വേറെ ആരും ഇത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞു. ആ കേസിൽ നിന്ന് ഊരാൻ ഒരാൾ ശ്രമം നടത്തി നോക്കി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അയാൾക്ക് റിലീഫ് കിട്ടി. അയാൾ കേസിൽ പ്രതിയല്ല എന്ന് പറഞ്ഞു. ആ പ്രശ്നവും സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇതിൻ്റെ കേസുകളൊക്കെ ഞങ്ങൾ പരിശോധിച്ചോളാം, വേറെ ആരും പരിശോധിക്കേണ്ട എന്ന് പറഞ്ഞു. ആകെ ബഹളമായിട്ട് നടന്നു. പിന്നെ എല്ലാം പതിവ് പോലെ അടങ്ങി. വാർത്തകളില്ലാതെയായി. പിന്നെ അന്വേഷണം നടക്കുന്നുണ്ടോയെന്ന് ആർക്കും അറിയില്ല. ഞാനും കുറേയൊക്കെ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ആന്ധ്രയിൽ പോയിട്ട് കോടതികളൊക്കെ കയറി ഇറങ്ങുമോ, തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിക്കുക, ഇതൊന്നും പ്രായോഗികമല്ല ഒരാളിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഏതെങ്കിലും വാർത്ത വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വിഷയം മാറ്റിവെച്ചു. ഇപ്പോൾ 2 ദിവസം മുമ്പ് 22-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ വാർത്ത വന്നു. അതേതെങ്കിലും മറ്റ് പത്രങ്ങളോ കേരളത്തിലെ ആരെങ്കിലുമോ ഒക്കെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്കിവിടെ പുതിയ വിഷയമുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു. ഓരോ വിഷയം വരുമ്പോഴും ഹിന്ദു അതിൻ്റെ പിന്നാലെ പോയി ബഹളം വയ്ക്കും. മീഡിയ, പത്രങ്ങൾ, ചാനലുകൾ ആ വിഷയം കഴിഞ്ഞാൽ ഹിന്ദുവും അത് ഇട്ടുകളയും. അതാണ് നമ്മുടെ ഒരു സ്വഭാവം, പൊതു സ്വഭാവമാണ്. എന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ മീഡിയ നയിക്കുന്ന വഴിക്ക് പോകുന്ന ഒരു ഹേർഡാണ്, ഒരു കൂട്ടമാണ് ഹിന്ദു സമൂഹം. അവർ ബഹളം വെച്ചാൽ നമ്മളും ബഹളം വയ്ക്കും, അവർ ബഹളം നിർത്തും, നമ്മളും ബഹളം നിർത്തും. മറ്റ് സമൂഹങ്ങൾ അങ്ങനെയല്ല. അവരുടെ ക്ഷേത്ര കാര്യങ്ങൾ, വഴിപാട് കാര്യങ്ങളൊക്കെ മീഡിയയിൽ വന്നാലും വന്നില്ലെങ്കിലും അവർ ഫോളോ അപ്പ് ചെയ്യും, അവർ കേസ് പറയും, അവർ കുറ്റവാളിയെ കണ്ടെത്താൻ അവർ ബഹളം വയ്ക്കും, അവർ തെരുവിലിറങ്ങും, അത് വാർത്തയാകും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഒരു കൂട്ടായ പ്രയത്നം, ഒരു കൂട്ടായ നീക്കം ഒരിക്കലും ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്, ബട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ, ഭരണക്കാർ, എന്തിന് കോടതികൾ വരെ ഹിന്ദുക്കളുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നോക്കാമെന്ന് അതവിടെ വയ്ക്കുക, വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പം അനക്കമൊന്നുമില്ലല്ലോ, ആരും ബഹളമൊന്നും വയ്ക്കുന്നില്ല. ഇല്ല സാറേ ബഹളം, മിനിഞ്ഞാന്ന് എന്തോ ഒരു മുദ്രാവാക്യം കേട്ടുക, അത്രയല്ലേ ഉള്ളൂ, അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി വയ്ക്കും. ഏതായാലും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഈ ലഡുവിൻ്റെ കാര്യത്തിൽ ഈ എൻക്വയറിയുമായിട്ട് CBI മുന്നോട്ട് പോയി. അതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഒരു ചെറിയ റിപ്പോർട്ടായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ നവംബർ 22-ാം തീയതി ശനിയാഴ്ച അച്ചടിച്ച് വന്നത്. ഞാൻ ആ വാർത്ത അതേപടി നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം എൻ്റെ കയ്യിൽ വേറെ ഇൻഫർമേഷനൊന്നുമില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയാണ്. സ്പൂറിയസ് ഗീ യൂസ്ഡ് ഇൻ 20 crores TTD ലഡ്ഡൂസ് ഇൻ 5 years റിപ്പോർട്ട്. 20 കോടി ലഡ്ഡുവിൽ ഈ സ്പ്യൂറിയസ് ഗീ അഥവാ വിഷം കലർന്ന അല്ലെങ്കിൽ മാലിന്യം കലർന്ന നെയ്യ് ഉപയോഗിച്ച്, മാലിന്യം എന്ന് പറയുമ്പോൾ ചെളിയോ മണ്ണോ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്, കെമിക്കൽ മാലിന്യങ്ങളെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 20 കോടി ലഡ്ഡു 5 വർഷത്തിനിടയ്ക്ക് 2019-നും
24 ഉണ്ടാക്കി വിതരണം ചെയ്തു. About 40% of laddus sold by Tirumala Tirupati Devasthanams between 2019 and 2024 were prepared using either spurious or toxic ghee supplied by the now blacklisted Bhole Baba Dairy and its proxies. ഭോലെ ബാബ ഡയറീസ് അവർ ഉത്തരാഖണ്ഡിലുള്ള ഒരു ഡയറിയാണ്. അവരും അവരുടെ ബേനാമികളും ഒക്കെ കൂടെ സപ്ലൈ ചെയ്ത സ്പ്യൂരിയസ്, അതായത് നെയ്യെന്ന് തോന്നിക്കുന്ന വേറെ ദ്രാവകം, അല്ലെങ്കിൽ ടോക്സിക് വിഷദ്രാവകം, ഇതൊക്കെ ചേർന്ന നെയ്യ് അവർ സപ്ലൈ ചെയ്തു. അത് 40% മൊത്തം ലഡ്ഡുവിന് ഉപയോഗിച്ച നെയ്യിൽ 40% ഇത്തരം നെയ്യായിരുന്നു എന്ന് ചുരുക്കം. An internal assessment report prepared by TTD, which manages the world's richest Hindu temple at Tirumala, says that അവരുടെ ഇൻറ്റേർണൽ അസസ്മെൻ്റാണ് TTDയുടെ, തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ. അവർ വേൾഡ്സ് റിച്ചസ്റ്റ് ഹിന്ദു ടെമ്പിൾ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് തിരുപ്പതി ശ്രീനിവാസൻ അഥവാ ബാലാജി. ലോകത്തിലെ ഏറ്റവും പണക്കാരനായ ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ പോരാ, ലോകത്തിൽ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ ഏത് മതത്തിൻ്റെയും ആയിക്കോട്ടെ, അത് നോക്കിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തിയുള്ള ദൈവം തിരുപ്പതി ബാലാജിയാണ്. ഞാനിത് കുറച്ചൊരു അഭിമാനത്തോടെയും മറ്റൊന്ന് ഒരു സ്ഥിതിവിവര കണക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുകയാണ്. കുറച്ചു കാലം മുമ്പ് വരെ, ഒരുപക്ഷെ ഒരു 10-25 വർഷം മുമ്പ് വരെ വത്തിക്കാനായിരുന്നു, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ, അവരായിരുന്നു ഏറ്റവും വലിയ പണക്കാർ. മക്കയും മോശമൊന്നുമല്ല. ബട്ട് ഇവരെയെല്ലാം ഓവർടേക്ക് ചെയ്ത് തിരുപ്പതി ബാലാജി ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇവരെ ഓവർടേക്ക് ചെയ്ത് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത്രയധികമാണ് മുതൽ, പൈസയായും വിലപിടിച്ച രത്നങ്ങളായും ആഭരണങ്ങളായും സ്വർണമായും അത് ട്രഷറിയിലായിട്ടും അവരുടെ സേഫ് ഡെപ്പോസിറ്റ് വാൾട്ടിലായിട്ടും ഒക്കെ. അതുകൂടാതെ ഭൂസ്വത്തുക്കൾ, ഒരുപാട് ഭൂസ്വത്തുക്കൾ, അത് കുറച്ചൊക്കെ വിറ്റ് കളയാൻ തീരുമാനിച്ചിരുന്നു. കാരണം ഈ മുസ്ലിങ്ങൾ വഖഫ് ചെയ്യുമല്ലോ, അതുപോലെ ഹിന്ദുക്കൾ തിരുപ്പതി ക്ഷേത്രത്തിന് എഴുതി വയ്ക്കും. തിരുപ്പതിക്കല്ല, പല ക്ഷേത്രങ്ങൾക്കും എഴുതി വയ്ക്കും. മക്കളില്ലാത്ത ആൾക്കാർ, ഒരുപാട് ഭൂസ്വത്തുള്ള ആൾക്കാർ, പിന്നെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ച് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നവർ അവരുടെ വിൽപത്രത്തിൽ എഴുതി വയ്ക്കും. ഇങ്ങനെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും, കേരളത്തിൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ ഭക്തനൊക്കെ ആണെങ്കിലും പൊതുവേ പിശുക്കന്മാരാണ് മലയാളി ഭക്തന്മാർ. ശബരിമലയിൽ തന്നെ നോക്കൂ, പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്നുള്ള വരവാണ് നടവരവ്. കേരളത്തിലുള്ളവർ കുറച്ചൊക്കെ ചെയ്യാം, അതിനപ്പുറം വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെ തിരുപ്പതി ഭഗവാന് ഇഷ്ടം പോലെ സ്വത്ത് ചിന്നിച്ചെതറി അവിടെ ഇവിടെയായിട്ട് കിടന്നു. പ്രത്യേകിച്ച് ചെന്നൈ സിറ്റിയിൽ 10 സെൻറ്റ് ഇവിടെ, 12 സെൻറ്റ് വേറൊരു സ്ഥലത്ത്, 30 സെൻറ്റ് ഒരു സ്ഥലത്ത്. അത് പലരും കയ്യേറി, ചിലതൊക്കെ കാട് മൂടിക്കിടക്കുന്നു, ചിലത് സിറ്റി സെൻറ്ററിലാണ്. ഒരു ഗേറ്റും ഒക്കെ, പണ്ടൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഭാർഗവി നിലയം പോലെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളത്. അത് വിൽക്കാൻ തിരുമല തിരുപ്പതി ദേവസ്ഥാനം തീരുമാനമെടുത്തു. അതിൽ സോഷ്യൽ മീഡിയയിൽ വാൻ ബഹളം തുടങ്ങി, അസാമാന്യമായ ബഹളം. ഭഗവാന്റെ സ്വത്ത് വയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒടുവിൽ TTD ആ സ്വത്ത് വിൽപ്പന നിർത്തിവെച്ചു. TTD പത്രക്കുറിപ്പ് ഇറക്കി. അവർ പറഞ്ഞു, ഇതിങ്ങനെയാണ്, അന്യാധീനപ്പെട്ടും പിടിച്ചുമൊക്കെ കിടക്കുകയാണ് സാധനം, അത് കിട്ടിയ വിലയ്ക്ക്, പെട്ട വിലയ്ക്ക് അവർക്ക് തന്നെ വിൽക്കുന്നതാണ് TTDക്ക് നല്ലത്. അല്ലെങ്കിൽ പൈസയും കിട്ടില്ല, ഭൂമിയും കിട്ടില്ല. ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ പൈസയെങ്കിലും കിട്ടും, നാളെ അവർക്ക് കൈവശ അവകാശമാണ് അതാണെന്നൊക്കെ പറഞ്ഞ് അവർ കേസിന് പോകും. ഒരു കാലത്ത് ഒന്നും തീരുകയില്ല. ഭക്തജനങ്ങൾ സമ്മതിച്ചില്ല. ഒരു സെൻറ്റ് ഭൂമി പോലും തിരുപ്പതി ബാലാജിയുടെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഡ്രോപ്പ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മളുടെ ഹിന്ദുക്കളുടെ ഓരോ പ്രവൃത്തികൾ. ഞാനിത് കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുകയല്ല, അറിയിപ്പുകളായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അസസ് ചെയ്തു.
that out of 49 crores laddus prepared during the 5-year period, 49 കോടി ലഡുവാണ് 2019-നും 2024-നും ഇടയ്ക്ക് 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. അതിൽ ഏകദേശം 20 crores laddus were made using the ghee supplied by Bhole Baba and its Benami dairy companies. 49 കോടി ലഡു ഉണ്ടാക്കിയതിൽ ഏകദേശം 20 കോടി ഈ കള്ള നെയ്യ് കൊണ്ട്, കൃത്രിമ നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. An earlier report by the CBI-led Special Investigation Team, CBIയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓർക്കുന്നുണ്ടല്ലോ, സുപ്രീം കോടതി വെച്ചത്, mentioned that Uttarakhand-based Bhole Baba and its proxy dairies supplied 68 lakh kilo of fake ghee. 68 ലക്ഷം കിലോ, അതായത് 6000 ടൺ. 6000 ടൺ നെയ്യ് ഈ കള്ളന്മാർ സപ്ലൈ ചെയ്തിരുന്നു. 250 കോടി രൂപയാണ് അതിന് വില. The adulterants included toxic substances and chemicals besides palm oil and palm kernel oil. പാം ഓയിലും മറ്റ് മാലിന്യങ്ങളും ഒക്കെ ചേർത്തുണ്ടാക്കിയ നെയ്യായിരുന്നു ഈ ഭോലെ ബാബ മഹാപാവി മഹാശിവൻ്റെ, മഹാദേവൻ്റെ പേരിലാണ് അവൻ ഈ കള്ളനെയ്യ് കൊടുത്തിരിക്കുന്നത്. അവനും അവൻ്റെ ബേനാമിയും അവൻ സപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പീരുക്കണ്ണു ആൻഡ് കമ്പനി തമിഴ്നാട്ടിൽ അവനെ കൊണ്ടും നെയ്യ് സപ്ലൈ ചെയ്യിക്കും. അക്കൗണ്ട് ബൈ ഭോലെ ബാബ. ഭോലെ ബാബയുടെ തമിഴ്നാട്ടിൽ ഡയറി ഉണ്ട്, കർണാടകയിലെ ഡയറി ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഗ്രൂപ്പാണ്. പിന്നെ 250 കോടി രൂപയുടെ നെയ്യ് തിരുപ്പതിക്ക് മാത്രം കൊടുക്കുന്നു. അപ്പോൾ ബാക്കി ക്ഷേത്രങ്ങൾക്ക് അവൻ എത്ര കൊടുത്തിരിക്കുന്നു ആലോചിച്ച് നോക്ക്. മൊത്തം ഇന്ത്യ വിലക്കെടുക്കാവുന്ന രീതിയിലാണ് ഇവൻ്റെ നെയ്യുടെ കച്ചവടം. ഭോലെ ബാബ എന്ന് പേര്. ഇത് ചെയ്യും. ദിസ് ഈസ് അൺപാർഡനബിൾ, സെറ്റ് TTD ചെയർമാൻ BR നായിഡു. BR നായിഡു പറഞ്ഞു, ഇത് അക്ഷന്തവ്യമായ അപരാധമാണ്. അക്കോർഡിംഗ് ടു ഹിം, ദ ടെമ്പിൾ ട്രസ്റ്റ് പ്രൊക്യൂർഡ് 1.6 crores kg of cow ghee from dairies across the country between 2019 and 2024. 2019-നും 2024-നും ഇടയ്ക്ക് രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്ന് 1.6 കോടി കിലോ എന്ന് വെച്ചാൽ 16,000 ടൺ. ആ 16,000 ടണ്ണിലെ 6,800 ടണ്ണാണ് ഫേക്കായിട്ട്. അപ്പോൾ ഏകദേശം 40%. അത് ഈ ഫേക്ക് കള്ള നെയ്യാണെന്ന് കണ്ടുപിടിച്ചു. Going by TTD records from the last 5 years, what has become clear is that the good ghee and the spurious ghee got mixed during the preparation of laddus. റെക്കോർഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല നെയ്യും ചീത്ത നെയ്യും ഇത് രണ്ടും മേടിച്ചിട്ടുണ്ടല്ലോ. 16,000 ടൺ മൊത്തം മേടിച്ചു. അതിൽ 6,800 ടൺ കള്ള നെയ്യാണ്. അപ്പോൾ പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സായിപ്പോയി. മൊത്തം 16,000 ടണ്ണാണ്. ആ ടണ്ണിനകത്ത് ഈ 6,800 മിക്സായി കഴിഞ്ഞു. It is impossible to ascertain who got the sacred laddus and who received the ones made with spurious ghee. ഇതിപ്പോൾ കള്ള നെയ്യ് കൊണ്ടുണ്ടാക്കിയ ലഡു ആർക്ക് കിട്ടി, നല്ല നെയ്യ് കൊണ്ടുണ്ടാക്കിയ ലഡു ആർക്ക് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇല്ലതാനും, കാരണം രണ്ടും കൂടെ മിക്സായിപ്പോയില്ലേ. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല, ഏതെങ്കിലും പ്രത്യേക ബാച്ച് പ്രത്യേകമായിട്ട് കയറിപ്പോയിട്ടുണ്ടെന്ന് വയ്ക്കുക. നല്ല നെയ്യുടെ 4 ബാച്ച് പോയി, അത് കഴിഞ്ഞിട്ട് ചീത്ത നെയ്യുടെ 4 ബാച്ച് അത് വെച്ച് ലഡു ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ ഇപ്പോൾ TTD പറയുന്നത് ഇത് ആർക്കോ കൊടുത്തു എന്ന് എങ്ങനെ അറിയാനാണ്? രാപകലില്ലാതെ ലഡു കച്ചവടം നടക്കുകയില്ലേ അവിടെ. തിരുപ്പതി ക്ഷേത്രം നമ്മുടെ അയ്യപ്പനെ പോലെ അല്ലല്ലോ. ഒരു ദിവസം 1 മണിക്കൂറാണ് ആ ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നത്. രാത്രി 3 മണിക്ക് അടയ്ക്കും, 4 മണിക്ക് തുറക്കും. ചിലപ്പോൾ 1 മണിക്ക് അടയ്ക്കും, 3 മണിക്ക് തുറക്കും. ഇങ്ങനെ എത്ര കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നു. ഇതിപ്പോൾ ആര് ഈ ലഡു വാങ്ങിച്ചുകൊണ്ട് പോയി? അതിനകത്ത് ഉറപ്പായിട്ട് കുറച്ച് ലഡു തിന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. കാരണം ഓൺ ആൻ ആവറേജ്
വർഷത്തിലൊരു തവണ ഞാൻ തിരുപ്പതി പോകാറുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. നേരത്തെയൊക്കെ ജോലിക്കാരനൊക്കെ ആയിരുന്നപ്പോൾ സമയമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ റിട്ടയറായി തെക്ക് വടക്ക് നടപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, തിരുപ്പതി പോവും. വേറെ ഒന്നും ചെയ്യാനില്ല, തിരുപ്പതി പോവും. വേറെ ആരെങ്കിലും പോകുന്നു, ആ കൂടെ തിരുപ്പതി പോവും. ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ 2019-നും 2024-നും ഇടയ്ക്ക് കൃത്യം വർഷത്തിലൊരു തവണയായിട്ടല്ല ഞാൻ പോകുന്നത്. തോന്നുമ്പോൾ പോവും. എല്ലാം കൂടെ എടുത്താൽ ആവറേജ് വർഷത്തിലൊരു തവണയെങ്കിലും പോകും. ചിലപ്പോൾ 2 തവണയും കാണും. 3 തവണ വരെ പോയ വർഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ എത്ര ലഡു തിന്ന് കാണും. ലഡു മുഴുവനൊന്നും ഒരാൾക്ക് തിന്നാൻ പറ്റില്ല, തിന്നാറുമില്ല ആരും. തിരുപ്പതിയിലെ ലഡു ഒരെണ്ണം ഇരുന്ന് തിന്നു കഴിഞ്ഞാൽ അത് വയറിന് വലിയ പ്രശ്നമാണ്. അതിന് മാത്രം നെയ്യൊക്കെയാണ് നമുക്കറിയാമല്ലോ. നമ്മളത് വെറുതെ കയ്യിൽ പിടിച്ചാൽ തന്നെ നെയ്യ് ഇങ്ങനെ ഊറി വന്നിട്ട് വിരലുകളുടെ ഇടയ്ക്ക് കൂടെ താഴത്തേക്ക് ടപ്പെന്ന് വീഴാൻ തുടങ്ങും. അത്രയ്ക്കാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇത് ആര് കഴിച്ചു എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. ആസ് ക്ലോസ് ടു 11 crore devotees visited തിരുമല ഇൻ ദ ലാസ്റ്റ് 5 years. 11 കോടി ഭക്തന്മാരും ഭക്തകളും ഭക്ത കുഞ്ഞുങ്ങളും ആണ് തിരുപ്പതിയിൽ കയറിയിറങ്ങിയത് 5 വർഷം കൊണ്ട്. 2019-നും 2024-നും ഇടയ്ക്ക് 11 കോടി 5 വർഷം കൊണ്ട്. അതായത് ഒരു വർഷം ഓൾമോസ്റ്റ് 2 കോടി ആളുകൾ. 2 crores per year. ക്യാൻ യു ഇമാജിൻ? എന്താ ക്രൗഡ്, എന്താ അവിടുത്തെ തിരക്ക്. എന്നിട്ട് അവർ മാനേജ് ചെയ്യുന്നു, അത് വേറൊരു കാര്യം. ഇപ്പോൾ ഇത് സീരിയസ് ആയ ഒരു പ്രശ്നം അവർ ഐഡൻറ്റിഫൈ ചെയ്തു, അവർ അക്സെപ്റ്റ് ചെയ്തു. യെസ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തു. കോടതിയിലും അവർ സത്യവാങ്മൂലം കൊടുത്തു, അതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ സത്യസന്ധമായ അന്വേഷണം നടത്തി. CBI അന്വേഷണം വന്നു, സുപ്രീം കോടതി ഇടപെട്ടു. അവർ ഫുള്ളി കോപ്പറേറ്റ് ചെയ്തു. അവർ കണ്ടുപിടിച്ചു, ഇന്ന സ്ഥലത്തു നിന്ന് വന്ന് നെയ്ക്കാണ് കേട് എന്ന് കണ്ടുപിടിച്ചു. ഇതൊക്കെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ശബരിമലയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പത്തിൽ എത്ര തവണ കൃത്രിമം നടന്നു, അരവണയിൽ കൃത്രിമം നടന്നു. ഇതൊക്കെ ഹൈക്കോടതി പറഞ്ഞാലല്ലാതെ പുറത്തു വരാറുണ്ടോ? ഇല്ല. വന്ന കൃത്രിമത്തിന് ആരെങ്കിലും പിടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ അരവണ പിന്നെ എന്ത് ചെയ്തു എന്നറിയാമോ? ഇല്ല. അത് വിതരണം ചെയ്തോ? അറിയില്ല. കെട്ടിക്കിടക്കുകയാണോ? അതറിയില്ല. ഒന്നും അറിയില്ല. അരവണയ്ക്ക് കൊണ്ടുവന്ന ശർക്കരയിൽ കീടനാശിനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എത്രയാ 3000 ടണ്ണോ അങ്ങനെ എന്തോ ശർക്കര കാട്ടിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് കാട്ടിൽ ശർക്കര കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആന വന്ന് തിന്നാതിരിക്കുമോ? എത്ര ആഴത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ശർക്കരയുടെ സ്മെല്ല് വരുമല്ലോ. ശർക്കര മണ്ണിൽ അലുത്ത് കോമ്പൗണ്ടായിട്ട് മെല്ലെ ഊറിപ്പരുത്തുവാനൊക്കെ തുടങ്ങി. അതാകെ കൂടെ പ്രശ്നമായി. അവസാനം കോടതി ഇടപെട്ടു, അത് കുഴിച്ചെടുക്കാൻ പറഞ്ഞു. അത് വേറെ എവിടെയോ കൊണ്ടുപോയി കുഴിച്ച്. എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നത്. ബട്ട് ഞാൻ ഈ TTDയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാര്യം, അവർ ഇത്ര വലിയ കൃത്രിമം നടന്നിട്ട് പോലും അവർ കൂസാതെ അവർ പറഞ്ഞു, യെസ് അങ്ങനൊരു സംഭവം ഉണ്ടായി, വി ആർ സോറി, ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവാധീനം, ലഡു കഴിച്ച് ആരും ആശുപത്രിയിലൊന്നും ആയില്ല. അങ്ങനൊരു കേസുണ്ടായി. ഞാൻ കഴിഞ്ഞൊരു തവണ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഒരു സ്ത്രീ അവർക്ക് ഇങ്ങനെ ലഡു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ലഡു ഒന്നും ആയിരുന്നില്ല, വെറുതെ അവരുടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ബട്ട് ഇതിൻ്റെ എല്ലാം പിന്നാലെ TTD ഓടി എന്നുള്ളതാണ്. ചെറിയൊരു വാർത്ത, ചെറിയൊരു പ്രശ്നം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് അവിടെ ഓടി അവരെത്തി, അത് അന്വേഷിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കി. അതല്ലേ അഡ്മിനിസ്ട്രേഷൻ. തെറ്റുകൾ സംഭവിക്കുന്നു, അഴിമതി സംഭവിക്കുന്നു, കള്ളത്തരം സംഭവിക്കുന്നു. അതും ഭഗവാന്റെ പേരിൽ തന്നെ കള്ളത്തരം നടക്കുന്നു. അത് പിടിക്കണ്ടേ എഫിഷ്യൻ്റായിട്ട്? നമുക്ക് 100% സത്യസന്ധന്മാരെ ഈ പാത്രം കൂട്ടി നോക്കി എടുക്കുന്ന പോലെ നല്ലതാണോ ചീത്തയാണോ നോക്കി എടുക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സാണ്. ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കാം, ഇവിടെ വന്ന് ഇത്രയും കാശും ദ്രവ്യങ്ങളും ഒക്കെ കാണുമ്പം മനം മറിഞ്ഞ് പോയിട്ട് പിന്നെ എന്തെങ്കിലും മോഷണമൊക്കെ നടത്തിയതാവാൻ, തിരിമറി നടത്തിയത് എന്തുമായിക്കോട്ടെ, ആളെ പിടിക്കുക, കുറ്റവാളിയെ കണ്ടെത്തുക, മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക, അത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ. അല്ലാതെ 100% സത്യസന്ധരെ മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. 100% സത്യസന്ധരല്ലേ, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ. അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹ്യൂമൻ എറർ, ഹ്യൂമൻ മിസ്ചീഫ്,
തെഫ്റ്റ്, ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ തിരുപ്പതി തിരുമല ദേവസ്ഥാനം വളരെ വളരെ മുമ്പിൽ നിൽക്കുന്നു. മറ്റ് ദേവസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു. അതാണ് ഈ വാർത്തയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. മാത്രമല്ല, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാം എന്നും വിചാരിച്ചു. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു. പബ്ലിക് മെമ്മറി ഈസ് ഷോർട്ട്, പബ്ലിക് മെമ്മറി ഈസ് വോളട്ടൈൽ എന്നും ആവിയായി പോകും നമ്മുടെയൊക്കെ മെമ്മറി. നമ്മളുടെ കുറ്റമല്ല, പക്ഷെ നമ്മളെ മനുഷ്യൻ്റെ ഒരു കുറവാണത്. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ച് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അറിയിച്ചതാണ്. താങ്ക് യു.